കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഓട്ടോക്കാരൻ പിങ്കിയെയും ഗിരിജയും കൊണ്ട് പോവാണ്. ഈ സമയത്ത് പിങ്കി വേദന കൊണ്ട് പൊളയുവാണ്. പ്രസവ വേദന എടുത്തിട്ട് പിങ്കിക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ പോകണ സമയത്താണ് ഒന്ന് രണ്ട് ബൈക്കുകാരൻ കൊണ്ട് വന്നേ. അല്ല എങ്ങോട്ടാന്ന് ചോദിക്കുവാണ്. ഇത് പ്രസവ കേസാ, പ്രസവ വേദന കൊണ്ട് പൊളയുന്ന കണ്ടില്ലെന്ന് ഓട്ടോക്കാരൻ ചോദിക്കുക. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് വണ്ടിയും ജീവനും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇവരിവിടെ ഇറക്കി വിട്ടിട്ട് ഉള്ള നേരത്തെ സ്ഥലം കാലിയാക്കാൻ നോക്കാൻ പറയണം. അല്ല അത് പിന്നെ ചേട്ടാ ജീവൻ പോലും കിട്ടത്തില്ല. സമരക്കാരവിടെ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാന്ന് പറയണം. അങ്ങോട്ട് ചെന്നാൽ ഇനിപ്പോടി പോലും ബാക്കി കിട്ടത്തില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഓട്ടോക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, എനിക്ക് എന്റെ വണ്ടി വേണം, തല്ലി പൊടിച്ചു കളയാനൊന്നും എനിക്ക് സമ്മതമല്ല, നിങ്ങളും കൂടെ ഇറങ്ങാൻ പറയണം. അയ്യോ അങ്ങനെ പറയരുത് ചേട്ടാന്ന് പറഞ്ഞ് ഗിരിജ കാൽ പിടിക്കുവാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മര്യാദയ്ക്കും കൂടെ ഇറങ്ങാൻ പറയാണ്. ഈ സമയത്ത് പിങ്കി അലർന്ന് നിർവളിച്ചുകൊണ്ടിരിക്കുക ഓട്ടയ്ക്കകത്തിരുന്നിട്ട്. പിങ്കിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അതിന്റെ അപ്പുറത്ത് തൊട്ടടുത്തൊരു വീടുണ്ട്. അപ്പൊ ആ വീട്ടില് ഒരമ്മ മുറ്റത്ത് മടലൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മരുമോൾ അങ്ങോട്ടേക്ക് വന്നേ. അമ്മേ, അമ്മയോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരക്കകത്ത് ഇങ്ങനെ മുറുക്കി തുപ്പില്ലെന്ന്. പറഞ്ഞ അമ്മയ്ക്ക് എന്നാ മനസ്സിലാവത്തില്ലെന്ന് ചോദിക്കുകയാണ്. ദേ പിന്നെ എവിടെ മുറുക്കി തുപ്പണം? ആ സൈഡിൽ കൂടെ ഒക്കെ ഇച്ചിരി മുറുക്കാൻ തുപ്പല മുറ്റത്തൂടെ വീണെന്നും പിന്നെ ആ സൈഡിൽ ഇത്തിരി മുറുക്കാൻ്റെ ഇത് വീണെന്നോർത്ത് നിനക്കെന്താടി കുഴപ്പമെന്ന് ചോദിക്കുക. ദേ നീ എന്നാ എത്ര വൃത്തിക്കാരിയായത്? ഓ എന്റെ മകൻ മുരുകൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയ പിന്നെയല്ലേ ഒരു വൃത്തിക്കാരി വന്നിരിക്കുന്ന പോലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു, മരുമോള് പറഞ്ഞു, ദേ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് പറയണ. അപ്പോഴാണ് ഒരു കാർച്ച കേൾക്കുന്നത്. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ, ഒന്ന് പോയി നോക്കട്ടെ. നീ എങ്ങോട്ടാന്ന് ചോദിക്കുക. അമ്മേ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോയ്ക്കകത്തുനിന്ന് ബലമായിട്ട് പിങ്കിയെ പിടിച്ചിറക്കാനായിട്ട് ഓട്ടോക്കാരൻ നോക്കുന്ന കാഴ്ചയുണ്ട്. പെട്ടെന്ന് അവരെ എന്നിട്ട് പറഞ്ഞു, ദേ മര്യാദയ്ക്ക് അങ്ങോട്ട് മാറിക്കടോ, താൻ എന്താ കാണിക്കണമെന്ന് ചോദിക്കാം. ദേ പെണ്ണുങ്ങളുടെ കയ്യെ കയറി പിടിച്ചാണ്ടല്ലോ എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ എങ്ങനെയായാലും ജീവിച്ചു പോക്കോട്ടെ. അന്നത്തെ ദിവസത്തിനുള്ള ആഹാരത്തിനുള്ള വകുപ്പുണ്ടാക്കുന്ന ഈ ഓട്ടോയും കൊണ്ടാ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സമരക്കാർ ഈ ഓട്ടോ തല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയണം. അവിടെ താനെന്താ കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാണോന്ന് ചോദിക്കണം. അപ്പോഴേക്കും ആ അമ്മയും കൂടെ അങ്ങോട്ട് ഓടി വന്നു. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാം. ദേ പ്രസവവേദന കൊണ്ട് പൊളയുവാന്ന് പറയണം. ഇവിടെ താനൊക്കെ ഒരു മനുഷ്യനാണോ? ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഒരു പ്രസവവേദന കൊണ്ട് പൊളയുന്ന ഒരു സ്ത്രീ ആശുപത്രി എത്തിക്കുന്നതിന് പകരം നീയൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിക്കാം. അതെ എനിക്ക് പറ്റില്ല എന്ന് പറയണം. മര്യാദയ്ക്കും കൂടെ ഇറങ്ങാൻ പറയണം. അവസാനം ഗിരിജയ്ക്ക് നിവൃത്തിയില്ലായിരുന്നു. പിന്നീട് ഗിരിജ പിങ്ങിനെ പതുക്കെ ഇറക്കുവാണ്. ഈ സമയം ആ അമ്മയും മോളും പറഞ്ഞു, ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഇറക്കുവോ, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടാന്ന് പറയണ. അങ്ങനെ ഓട്ടോക്കാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പിങ്കിയോട് പറഞ്ഞു, അതെ മോള് നടന്നു വരാൻ പറയണ. അങ്ങനെ കയ്യെ പിടിച്ചിട്ട് അവര് ആ വീട്ടിലേക്ക് കൊണ്ടുപോയിലുമാണ്. മുറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മരുമോൾ അമ്മയോട് ചോദിച്ചു. മരുമോളുടെ പേര് ചന്ദ്രന. മരുമോൾ അമ്മയോട് ചോദിച്ചു, അതെ അമ്മ ഇനി എന്താ ചെയ്യുന്നേ, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. നീ ഒരു കാര്യം ചെയ്യ, അകത്ത് ആ പുൽപ്പായ അങ്ങോട്ട് ഇട്. ഇത് പ്രസവേനെ വയറൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഇതിപ്പോ അധിക ദൂരം പോകത്തില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗിരിജ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടാ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ പ്രസവം നടക്കും കൊച്ചേ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഹർത്താലും കൂടെ വല്ല വണ്ടിയും വേണ്ടേ. അകത്തേക്ക് ഒരു പുൽപ്പാ വിരിച്ചങ്ങോട്ട് കിടത്താൻ പറയാണ് ചന്ദ്രയോട്. പിന്നീട് കനകം പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയപ്പേ ഗിരിജയ്ക്ക്. നിർവാഹമില്ല. പിങ്കിയെ അകത്തുകൊണ്ട് ഒരു പുൽപ്പായിലേക്ക് കിടത്തുവാണ്. ഈ സമയം പിങ്കി അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നന്ദ എന്ത് ചെയ്യുവാണ്, സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഗിരിച്ചിട്ടയുടെ 4-5 മിസ് കോള്. ഇതെന്തിനാ പോലും ഇവര് വിളിക്കണേ എന്ന് കരുതിയിട്ട് തിരിച്ചു വിളിക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ചോദിച്ചു, എന്താ ഗിരിച്ചിട്ടെ? ചിറ്റ 3-4 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓ ഇപ്പോഴെങ്കിലും നീ കോൾ എടുത്തല്ലോ, നല്ല കാര്യമായെന്ന് പറയണം. ഇപ്പോഴെന്തിനാ തിരിച്ചു വിളിച്ചെന്ന് ചോദിക്കുക. അല്ല ചിറ്റ എന്താ കാര്യം എന്താന്ന് പറ. ദേ ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ചു, അത് ഞാൻ അർജന്റായിട്ടുള്ള സർജറി ആയിരുന്നു. ഓ ഇപ്പൊ നീയാണല്ലോ അങ്ങനെ സർജറി ഒക്കെ ചെയ്യുന്നത്, വെറുതെ പുഴു അടിക്കാതെ പെണ്ണേന്ന് പറയാം. ചിറ്റെ പിങ്കിക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. ആ പിങ്കിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രസവവേദന ഉണ്ടെന്നുള്ളെന്ന് പറയാ. പ്രസവവേദനയോ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുശേഷം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ആ പാടം ആദ്യമായിപ്പോയി. ഒന്നാമത്തെ കാര്യം ഹർത്താല്. നന്ദ പിന്നീട് ഗൗതത്തിനെ വിളിക്കുകയാണ്. ഈ സമയം ഗൗതം തന്റെ പോലീസുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നന്ദയുടെ കോള് വരുന്നത്. എന്താ പറ, എന്താ കാര്യം എന്താ? ഞാൻ ഇവിടെ അർജന്റ് കാര്യത്തിലാ, ഇപ്പൊ എനിക്ക് സമയമില്ല, എമർജൻസിയാന്ന് പറയണം. സാറേ അതിനേക്കാളും വലിയ എമർജൻസിയാന്ന് പറയണം. അതിനേക്കാളും വലിയ എമർജൻസിയോ? പിന്നീട് പിങ്കിയെ കുറിച്ച് എല്ലാം പറയാണ്. എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗൗതം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ടി വേണം. ഈ സമയത്ത് പിങ്കി അകത്ത് കിടന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിങ്കിയുടെ അടുത്തേക്ക് കനകം പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണ.
പുറത്തു പോയ ചന്ദ്രി അങ്ങോട്ട് വന്നു. ചന്ദ്രയുടെ ചോദിച്ചു, എന്തായി ചന്ദ്രി കാര്യങ്ങളൊക്കെ? അവരെ വിളിച്ചു, സുലോചനെ അവരെ വിളിച്ചു. പക്ഷെ അവര് വരാൻ കൂട്ടാക്കില്ല. അവർക്ക് പേടിയാണ് പോലും. അവർ വന്നിട്ടുണ്ടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ, പ്രസവം നടന്നാൽ പിന്നെ അവരുടെ തല കുറ്റം ഇരിക്കുമെന്ന്. കാരണം പ്രസവം ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലേ ഒരു പക്ഷേങ്കിൽ കുഞ്ഞിനെ കൊന്ന കേസിൽ അവർ പ്രതിയാവുന്നു. അപ്പൊ അവർക്ക് അതിനും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓഹോ, ഇത് കേട്ടതിന് ഗിരിജ പറഞ്ഞു, അല്ല പിന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കാം. പെട്ടെന്ന് കനകം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. അവര് വന്നാലും എനിക്ക് വല്ല തുണി കീറാനോ അങ്ങനെയൊക്കെ കൂട്ടിരിക്കുകയോ ചെയ്യാറുള്ളൂ. ഞാനാണ് പ്രസവമൊക്കെ എടുക്കുന്നത്, കുഞ്ഞിനെയൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. എന്നാലും വല്ലാത്തൊരു ടെൻഷനാണ് ഗിരിജയുടെ ഉള്ളില്. ഗിരിജ പറഞ്ഞു, കുഴപ്പമുണ്ടോ? ഇനിയിപ്പോ തുണി കീറാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ സഹായിക്കാം. എന്ത് വേണം ഞാൻ ചെയ്തു തരാം. എത്രയും പെട്ടെന്ന് കാര്യമൊന്നും നടന്നാൽ മതി. പിങ്കി ഇങ്ങനെ വേദന കൊണ്ട് പൊളയുവാണ്. ഇപ്പൊ തന്നെ പ്രസവം നടക്കുന്ന രീതിയിലാണ് പിങ്കി വേർത്ത് കുളിക്കുവാടെ. വേദന കൊണ്ട് അതൊരു കരയുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും നന്ദയുടെ കോള് വരുവാണ്. നന്ദ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുക. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ ചോദിക്കുകയാണ്. നീ എപ്പോഴും എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുക. ഞാൻ മെഡിക്കൽ കോളേജിൽ. എന്നിട്ട് പിന്നെ നീ എന്തിനാ വിളിച്ച് ശല്യം ചെയ്യുന്നേ, മനുഷ്യനെ മെനക്കെടുത്താന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജ ദേഷ്യപ്പെടുക. അപ്പൊ പിങ്കിയുടെ കരച്ചില് കിട്ടും. അല്ല, പിങ്കിയുടെ കരച്ചിലാണ് കേൾക്കണേ. പിന്നെന്താ, ഞാനാണോ പ്രസവവേദന കൊണ്ട് കരയുന്നേ? ഒന്ന് വെച്ചിട്ട് പൊക്കെ വെച്ചെന്ന് പറയണം. അറിയാലോ, ഇവിടെ ഈ കനകമ്മയുടെയും ചന്ദ്രയുടെയും വീട്ടിലെ ഞങ്ങള് എന്ന് പറയണം. അവള് പ്രസവം ഇപ്പൊ നടക്കുമെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് നന്ദ എന്തിവിടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ സമയത്ത് പിങ്കി വേദന കൊണ്ട് പൊളഞ്ഞു കഴിയുമ്പോഴത്തേനും ഗിരിജ പറഞ്ഞു, എന്തേലും ഒന്ന് ചെയ്യമ്മേ. ഇത് കേട്ടാൻ പറഞ്ഞു, സമാധാനപ്പെട് എന്നുള്ളൂ, ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ ഉണ്ടാവും, പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അത് നടക്കുകയാണ്. പിങ്കി പ്രസവിക്കുകയാണ്. ആലറിപ്പൊളിച്ച് ഒരു കുറെ സമയം പിങ്കി നന്നായിട്ട് കിടന്ന് ഉഷ്ണിച്ചു. അവസാനം വേർത്ത് കുളിച്ച് പിങ്കി ഒരു കുഞ്ഞിന് ജന്മം നൽകുക. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ആംബുലൻസും വണ്ടിയും കൂടെ വരുന്നത്. കാരണം ഗൗതം അങ്ങോട്ടേക്ക് വന്നതാണ് പിങ്കിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട്. പിങ്കി കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് വന്ന് വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അകത്തുനിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിലും കേട്ട് ഒരുമിച്ചായിരുന്നു. ഗൗതം മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെച്ചു. ഗൗതത്തിന് മനസ്സിലായി പിങ്കി കുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ള കാര്യം. പിന്നീട് ഇത്തിരി സമയം ഗൗതം അവിടെ നിൽക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഗിരിജ ഇറങ്ങി വന്നു. അല്ല ഗൗതം, ഞാൻ ഇത്തിരി സമയം വന്നിട്ട്. അതെ, പ്രസവിച്ചോന്ന് ചോദിക്കാം. പ്രസവിച്ചെന്ന് പറയണ. അല്ല കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുക. പിങ്കിയുടെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുവെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. പിന്നീട് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു പറയാണ്. നന്ദ പറഞ്ഞോളെ തന്നെ സാധിച്ചു. നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൺകുഞ്ഞായിരിക്കും ജനിക്കാൻ പോണെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അപ്പോഴേക്കും വയറ്റാട്ടി അങ്ങോട്ടേക്ക് വരുവാണ്. അവര് കയ്യിൽ ആ കുഞ്ഞിനെയൊക്കെ പിടിച്ചോണ്ട് വരുവാണ്. പിന്നീട് ഗൗതത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദേ നോക്ക്, കുഞ്ഞിന്റെ മോൻ കാണാൻ പറയണം. ഗൗതം കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി. എന്തെന്നില്ലാത്ത സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെ, മിടുക്കനവന്. കാരണം അച്ഛന് തുണിയായിട്ട് വരും. ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലും ഇവൻ കണ്ടോ, ഇവൻ പുറത്തേക്ക് വന്നു. ഇവന് ഭൂമി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹർത്താൽ ദിനത്തിലും ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് ഗുണമില്ലേലും അച്ഛന് നല്ല ഗുണം ഉണ്ടാകാൻ പോകുന്ന മോന, നല്ല ജന്മമാന്ന് പറയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. അപ്പോഴാണ് നന്ദയുടെ ഫോൺ കോൾ വരുന്നത്. നന്ദ വിളിച്ചിട്ട് ചോദിച്ചു, ഗൗതം സാർ എങ്ങനെയായി? പിങ്കിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. അതെ, നമ്മള് അച്ഛനും അമ്മയും ആയിടോ എന്ന് പറയണം. അച്ഛനും അമ്മ? അതെ, പിങ്കി പ്രസവിച്ചു ഒരാൺകുഞ്ഞെന്ന് പറയണം. ഇത് കേട്ടെന്ന് നന്ദയ്ക്ക് തുള്ളിച്ചാടാനാ തോന്നുന്നേ. അത്രയ്ക്ക് സന്തോഷമായിപ്പോയി. പിന്നീട് കാണിക്കുന്ന പിങ്കീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആംബുലൻസിലാണ്. അങ്ങനെ കുഞ്ഞിനെ ഗൗതം എടുത്തിരിക്കുകയാണ്. പിങ്കി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് കുഞ്ഞിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഗൗതം സൂക്ഷിച്ചു നോക്കുക. ഗൗതത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പിങ്കിനെ അഡ്മിറ്റ് ആക്കുവാണ്. ഈ സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ പുറത്ത് വന്നിട്ട് നേരെ അകത്തേക്ക് കയറി ഓടിച്ചെല്ലുവാണ് ഹോസ്പിറ്റലിനകത്തേക്ക്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഗൗതം അവിടെ നിൽക്കുന്നുണ്ടോ. തന്റെ കുഞ്ഞിന്റെ മുഖം ആദ്യമായിട്ട് കാണാനുള്ള ആകാംക്ഷയോട് കൂടി നന്ദ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.